എല്ലാ മാന്യസുഹൃത്തുക്കൾക്കും ടൂർസ് ആൻഡ് ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോ ഉള്ളത് വട്ടവടയിലാണ്. കൂടുതൽ വിശേഷങ്ങൾ കാണാം. ഓക്കെ, നമ്മളിപ്പോ മൂന്നാർ ടൗൺ വരെ എത്തിയിട്ടുണ്ട്. ഇവിടം വരെ എത്തിയത് നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു വഴിയിലൂടെയാണ് എത്തിയത്. അപ്പൊ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതിനു മുമ്പ് തന്നെ ഒരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഉറപ്പായിട്ടും കാണുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും, ഐക്കാർഡായിട്ട് ഇട്ടിട്ടുണ്ടാവും. കേരളത്തിലെ തന്നെ ഏറ്റവും തണുപ്പുള്ള ഒരു പ്രദേശമാണ് വട്ടവട. തണുപ്പ് മാത്രമല്ല ഇവിടുത്തെ പ്രത്യേകത, ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണിത്. അതൊക്കെ വഴിയേ പറയാം. വട്ടവടയും ഇടുക്കി ജില്ലയിൽപ്പെട്ട ഒരു ഗ്രാമമാണ്. മൂന്നാർ ടൗണിൽ നിന്ന് വട്ടവടയ്ക്ക് ഏതാണ്ട് 43 കിലോമീറ്റർ ദൂരമുണ്ട്. അത് കുറച്ച് സമയമെടുത്ത് നമ്മൾ ഓടി എത്തുകയും ചെയ്യുള്ളൂ. പക്ഷെ ഒട്ടും ബോറടിപ്പിക്കാത്ത അതിമനോഹരമായ നല്ല കാഴ്ചകളെ കണ്ട് എത്താൻ പറ്റിയ ഒരു സ്ഥലവും കൂടിയാണത്. ഞാൻ പറഞ്ഞില്ലേ, ദൂരം കൂടുതലാണ്, മാത്രമല്ല ഓടിയെത്താൻ ഒരുപാട് സമയം എടുക്കുമെങ്കിലും നമ്മൾ ഒട്ടും ബോറടിപ്പിക്കൂല എന്ന് ഞാൻ പറയാൻ കാരണം വേറെ ഒന്നുമല്ല. മാട്ടുപ്പെട്ടി ഡാമും പശുവിന്റെ ഒക്കെ ഒരു ഫാമും എക്കോ പോയിന്റും കുണ്ടല ഡാമും അതിലും ഒക്കെ അപ്പുറം നമ്മള് പോകാൻ കൊതിക്കുന്ന, കാണാനും ആസ്വദിക്കാനും ഒക്കെ കൊതിക്കുന്ന സ്ഥലമാണ് ടോപ്പ് സ്റ്റേഷൻ. അതും ഈ വട്ടവട റൂട്ടിൽ തന്നെയാണ്. ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് ശരിക്കും വട്ടവടയിലേക്ക് നിസ്സാര ദൂരം മാത്രമേ ബാക്കിയുള്ളൂ. സമാധാനത്തിൽ പോവാന്ന് വിചാരിച്ച സമ്മതിക്കില്ല. എക്കത്തിനടിക്കേണ്ടി വരൂടാ വണ്ടി. അവിടെ ആ വെള്ളം ഒന്ന് കാണിക്കും കുട്ടി. ആ സ്പീഡ് ബോട്ടിന്റെ ഇത് കാണിക്കില്ലേ, കണ്ട സ്പീഡ് ബോട്ടിൽ പൊളിക്കണണ്ട. ഇതാണ് മാട്ടുപ്പെട്ടി ഡാമിലെ ബോട്ടിംഗ് ആണ്. നല്ല പൊളി വൈബായിരിക്കും. നല്ല വെള്ളം ഉണ്ടല്ലോ, ഡാമല്ലേ, പിന്നെ വെള്ളം ഉണ്ടാവും. അപ്പൊ എന്തില് അതിന്റെ പേര് നാളെ കേട്ടോ, നാളെ നേരം ഒന്ന് കൊടുത്തോട്ടെ. കേരള ഇതില്ല, ആ ബോട്ട് തന്നെ എടുക്കാൻ പറ്റും. ഇതല്ല ബൈക്കോലിരിക്കണ ബോട്ടില്ലേ, അല്ലല്ല ബൈക്കോലിങ്ങനെ കിട്ടിയാ അവിടെ ഒരു ഇത് ഇവിടെ വാഗമണ്ണിലൊക്കെ ഉണ്ടാകണ തരം ഒരു മുട്ടക്കുന്നാണ്. പക്ഷെ ആ പുല്ലല്ല, ഇതിവിടെ പശുവിന്റെ ഫാം ഉണ്ട്. അതിന് പുല്ല് തിന്നാൻ വേണ്ടിയുള്ള പുല്ലാണ്. ഫാമാണ്. ഈ ഫാമില് നമുക്ക് വിസിറ്റ് ചെയ്യാനൊക്കെ പറ്റൂട്ടോ. എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ പാർക്ക് ചെയ്യാൻ സൗകര്യമില്ല എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് ഞാൻ പോയി കളഞ്ഞതാണ് ഇവിടുന്ന്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിർത്തിയിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റും. അടിപൊളി വ്യൂ ഉണ്ടായി അവിടെ. താങ്കൾ പെട്ടിരിക്കുന്നു. പപ്പനാ ഉച്ചക്കത്തെ ഫുഡ് ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ റിസർവോയറിന്റെ സൈഡിൽ നിന്നാണ്, റോഡ് സൈഡിൽ തന്നെ നിന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. നമുക്ക് ഇവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങി ആ റിസർവോയറിന്റെ അരികത്തൊക്കെ പോയി നിന്ന് ആ കാഴ്ചകളെ കാണാനുള്ള സൗകര്യം ഉണ്ട് ഇവിടെ. നമുക്ക് വരുന്ന വഴി അവിടെ ഇറങ്ങാനാണ് പ്ലാൻ ചെയ്തേക്കണത്. അത് പറയാ, അതാലോചിക്കാം. പക്ഷേ ഞങ്ങള് കണ്ട അതിമനോഹരമായ കാഴ്ചകള് കണ്ടില്ല. മിസ് കോട ഇറങ്ങിയത് കണ്ടത്, പക്ഷെ നമ്മള് കുഴിയിൽ വീണിട്ട് നമ്മുടെ വണ്ടി കേറിപ്പോന്ന ആ സീൻ അത് മിസ് കണ്ടില്ല. മമ്മ ഉണ്ടാക്കണതിനെക്കാട്ടി നല്ല ചോക്ലേറ്റ് ഇവിടെ എവിടെയെങ്കിലും കിട്ടും. എക്കോ പോയിന്റ് ഇവിടെ ഉണ്ട്. എക്കോ പോയിന്റ് എൻട്രൻസ് ഇതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ലൈക്കും കാണാം. പിന്നെന്താ ലൈക്ക് എന്ന് പറഞ്ഞാൽ ഡാമിന്റെ അതാണ് വഴി. ഇന്ന് കാണിച്ചു തരും. അത് തന്നെ അവിടെ മരണം ബ്ലോക്കാണ്. ഒരു വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊന്നുമില്ല. എല്ലാം ഈ ടോപ്പ് സ്റ്റേഷൻ പോണ വഴിയിലാണ്. ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, പക്ഷെ ഇവിടെ ഒന്നും തോൽക്കാറൊന്നുമില്ല. സ്ഥിരമായിട്ട് ആന ഇറങ്ങാറുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അതൊക്കെ. ഈ കാട്ടിൽ കൂടിയൊക്കെ ആന വരാറുള്ള ഒരു സ്ഥലമാണ്. ഇതാണ് ഡാമിന്റെ റിസർവയർ. പിന്നെ സെറ്റപ്പ് അല്ലേ, ആകാശമൊക്കെ കാണാൻ തോന്നി.
വഴി നീളം ഇതേപോലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. എവിടെയാണ് ആ പാട്ട്? അതാണ് ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് തേയിലയുടെ റീപ്ലാന്റേഷൻ ആണ്. അതായത് ഇത്ര കൊല്ലം ഒന്നുണ്ട്, അത്ര കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ തേയില വെട്ടിക്കളയും, മൊത്തം നശിപ്പിക്കളയും. എന്നിട്ട് പുതിയ തേയില ചെടി വെച്ച് പിടിപ്പിക്കാനാണ് ഈ കാണുന്നത്. അതുകൊണ്ടാണ് വളരെ ചെറിയ തൈയായിട്ട് നിൽക്കുന്നത്. ിലേക്കുള്ള വഴിയാണ്. നേരെ പോയ ഒരു 1/2 കിലോമീറ്റർ കഴിഞ്ഞാൽ കുണ്ടല ഡാമ. എല്ലായിടത്തും നല്ല തിരക്കായിരിക്കും. അങ്ങനത്തെ കൊറേ പോയിന്റ്സ് ഉണ്ട് ഈ വഴി. ഓ സൂപ്പർ. പൊക്കി ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുന്ന നല്ല വ്യൂ. വ്യൂ കിട്ടും, പക്ഷെ നിഴല് സെറ്റ് അല്ലേ? ഇവിടത്തെ കാറ്റാണ് കാറ്റ്. ഡോക്ടറിന്റെ മറാസോയും അഭിലാഷ് ഏട്ടന്റെ ഇർട്ടികയും നമ്മുടെ തൊട്ട് പുറകെ തന്നെ ഉണ്ട്. ടോപ്പ് സ്റ്റേഷനാ. ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയാലാണ് ടോപ്പ് സ്റ്റേഷൻ. നല്ല തിരക്കുള്ള സമയത്ത് വണ്ടി ഇവിടം വരെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ചിലപ്പോ അങ്ങോട്ടൊക്കെ നിറച്ച് ബ്ലോക്ക് ആയിരിക്കും. അവിടെ കുറച്ച് പാർക്കിംഗ് ഒക്കെ ഉണ്ട്, ചിലപ്പോ അതൊക്കെ ഫില്ലായി പോകാറുണ്ട്. നമ്മൾക്ക് പോകേണ്ടത് ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് താഴേക്ക് ഒരു വഴിയുണ്ട്, ആ വഴിയിലൂടെയാണ് പോകേണ്ടത്. കുറച്ചങ്ങ് ചെല്ലുമ്പോ തന്നെ ഒരു ചെക്ക് പോസ്റ്റും ഉണ്ട്, അതൊക്കെ കാണാം. ഇവിടുന്ന് കുറച്ച് വഴി മോശമാണ്, ആകെ പൊളിഞ്ഞ് കട്ടറായിട്ട് ആകെ പൊടിയൊക്കെ ആയിട്ട് ആകെ അലമ്പായിട്ട് കിടക്കണേ. ആ നേരെ കാണുന്നത് ഫോറസ്റ്റുകാരുടെ ഒരു ഓഫീസാണ്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റും ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോണത് നമ്മള് കാട്ടിലൂടെയാണ്. നേരത്തെ ഇവിടെ ഭയങ്കര ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പൊ ചെക്കിങ് ഫോറസ്റ്റ് ഗാർഡ് വന്നിട്ട് കാട്ടില് നമ്മള് വണ്ടി നിർത്തരുത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞൊന്ന് ഉപദേശിച്ചിട്ട് വിടും. അതാണ് ഇവിടെ ഒരു ചെറിയൊരു ക്ലാസ് വരും, അത്ര മാത്രമേ ഉള്ളൂ. പാമ്പാടും ഷോല നാഷണൽ പാർക്കിന്റെ എൻട്രി ആണ്. നമ്മളിപ്പോ പോണത് പാമ്പാടും ഷോല നാഷണൽ പാർക്കിന്റെ അത് കൂടെ എല്ലാ വന്യമൃഗങ്ങളും ഉള്ള കാടാണ് ഇട്ടത്. പിന്നെ സംഭവം പറയണെന്നുണ്ടെങ്കിൽ ഇവിടെ വണ്ടികളൊന്നും നിർത്താൻ പാടില്ല കേട്ടാ. ഇവിടുന്ന് വണ്ടി ആ ചെക്ക് പോസ്റ്റിൽ നിന്ന് വിട്ടാ പിന്നെ പാമ്പാടും ഷോല കഴിഞ്ഞ് ഈ കാട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ വണ്ടി നിർത്താൻ പെർമിഷൻ ഉള്ളൂ. വേറെ ഒരു സ്ഥലത്തും നിർത്താൻ പെർമിഷൻ ഇല്ല. ഇപ്പൊ ഓണ വഴിക്ക് ഫോറസ്റ്റിന്റെ തന്നെ താമസിക്കാവുന്ന, കാടിന്റെ ഉള്ളിൽ താമസിക്കാവുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അവിടെ വണ്ടി നിർത്താൻ ആക്ച്വലി പെർമിഷൻ ഇല്ല. ഞാൻ ആ ഫോറസ്റ്റ് ഓഫീസറിനോട്, ഗാർഡായിരിക്കും, പുള്ളിനോട് ഞാൻ ചോദിച്ചായിരുന്നു അവിടെ ഒന്ന് നിർത്തി ഇവരെയൊക്കെ ഒന്ന് കാണിച്ചു. ഞാൻ പണ്ട് വന്ന് അവിടെ താമസിച്ചിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ അവിടെ നിർത്താൻ പെർമിഷൻ ഇല്ലെന്നാ പുള്ളി പറയണത്. പോണ വഴി ജസ്റ്റ് ഇതെടുത്തിട്ടൊന്ന് കാണിച്ചു തരാം, അത്ര നടക്കുള്ളൂ. നിർത്താൻ പെർമിഷൻ ഇല്ലാത്ത സ്ഥലമാണ്. പക്ഷെ ഒരു വണ്ടി നിർത്തിയിട്ടുണ്ട് അവിടെ, അതാണ് മറ്റൊരു പ്രത്യേകത. അത് ഫോറസ്റ്റ് ഓഫീസർ വല്ലതായിരിക്കും, ഗാർഡാണത്. അതെ, അതാണ് അവിടെയാണ് താമസിപ്പിക്കണം. അതൊന്ന് കാണിച്ചു കൊടുത്തത്. ഇതിനകത്ത് ഫോറസ്റ്റ് ഓഫീസാന്ന് തോന്നുന്നു. എന്താണിത്? ഇയാള് പ്രകൃതി പഠന കേന്ദ്രം ഉണ്ടാ. ഓപ്പോസിറ്റ് അങ്ങനെ ചെല്ലുമ്പോ തന്നെ ഇതാണ് മറ്റേ ഇത്. ഇവിടെ ഫോറസ്റ്റിന്റെ സ്റ്റേ ഇവിടെയാണ് ഇട്ടുള്ളത്. ഈ ബിൽഡിങ്ങിലാണ്. ഭയങ്കര ചീപ്പസ്റ്റ് ആണിത്. ഓൺലൈൻ ബുക്കിംഗ് ആണ് ഇതിനുള്ളത്. പക്ഷെ സംഗതി അടിപൊളിയാണ്. അവിടെ അങ്ങനെ ബുക്ക് ചെയ്ത താമസിക്കും. നമ്മുടെ ഒരു നമ്മുടെ ബിൽഡിങ്ങിൽ അവിടെ ഒരു കോട്ടേജ് കൂടെ ഉണ്ട്. കരിങ്കുരങ്ങല്ലത് ഹനുമാനിലെ സിംഹവാലൻ എന്തോരോ അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് കിട്ടത്തില്ല. കാടിങ്ങനെ തിക്കായിട്ട് നിൽക്കണ ഇട്ടത്. അപ്പുറത്തൊക്കെ നല്ല വെയിലുണ്ട്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ അങ്ങോട്ടൊക്കെ നോക്കിയാ ഇരുട്ട് മുത്തി കിടക്കണം, ഒരു ലൈറ്റും ഇല്ല. പിന്നെ ഞാൻ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് ഉണ്ടാവുമല്ലേ. തമാശ. ഓ തമാശ തമാശ. ചിരിക്കൂ ചിരിക്കൂ. ഇതൊക്കെ യൂട്യൂബിലോടാ. ഇതൊക്കെ വിറ്റ് ഞാൻ കാശ്. പിന്നെ
ഈ ഫോറസ്റ്റിന്റെ ഓഫീസിന്റെ ഇവിടം വരെയാണ് കാടുള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് മാറുമ്പോൾ തന്നെയാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം. ഇതാ മേളിൽ കാണുന്ന ബിൽഡിംഗ് ആണ്. ഈ കയറ്റം കയറി മേളിൽ പോകാന്നുള്ളത് ഒരു ചെറിയ ടാസ്ക്കാണ്. ബാക്കി 2 വണ്ടി മേളിലെത്തിയട്ടാ. ഇവിടം ഈ വളവെത്തിയപ്പോ എന്റെ വണ്ടി ഒന്ന് വലിമുട്ടി ഒന്ന് നിന്ന് പതുക്കെ തിരിച്ചിറക്കിയിട്ട് ഒരു ശ്രമം കൂടി നടത്താനുള്ള പരിപാടിയിലാണ്. ഈ കയറ്റം തുടങ്ങണ ഇവിടെ തന്നെ കുറെ മണ്ണ് ഇങ്ങനെ കൂടി കിടക്കണടാ. അതാണ് എന്റെ ഒരു പ്രശ്നം. ഈ വണ്ടിക്ക് ഭയങ്കര ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായതുകൊണ്ട് നമ്മൾ അവിടെ നല്ല സ്പീഡിലെടുത്ത അടി നല്ലോണം ഒരു അടി അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ പേടിച്ച് കുറച്ച് പതുക്കെ എടുക്കണം. ഇനിയിപ്പൊ അതൊന്നും നോക്കൂല. എന്താണ് കയറോ ഇല്ലെന്നറിയാം. നമ്മളുടെ 3 ടീമിന്റെ വണ്ടിയാണ് ഈ കിടക്കണത്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്താൽ പിന്നെ ഈ സ്റ്റെപ്പ് കയറി ഇവിടെ വന്ന് മേളിലൊന്ന് കയറണം. ഇല്ലെങ്കിൽ പിന്നെ ഒരു വഴിയുള്ളത് ഇതാണ്. ഇത് വല്ല 4 വീൽ ഡ്രൈവ് ജീപ്പൊക്കെ ഈ വഴി കൂടി കയറി പോരുമായിരിക്കും കേട്ടോ. പക്ഷെ ഞങ്ങളുടെ വണ്ടികളൊന്നും കയറാൻ സാധ്യതയില്ല. ഇവിടെയാണ് ഞങ്ങൾ 3 ഫാമിലിയും ഇന്ന് സ്റ്റേ ചെയ്യാൻ പോണത്. ഞങ്ങൾക്കുള്ള അത്യാവശ്യം നല്ല രീതിയിലുള്ള സൗകര്യങ്ങൾ ഇതിനുള്ളിലുണ്ട്. പിന്നെ ഇതിന്റെ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ മറ്റൊരു വീഡിയോയിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഈ വീഡിയോന്റെ ലെങ്ത് കുറക്കാൻ വേണ്ടിയിട്ടാണ്. ആ ചെയ്യണ വീഡിയോയിൽ ഉറപ്പായിട്ടും ഈ റിസോർട്ടിന്റെ മാത്രമല്ല ഇതിന്റെ പരിസരത്തുള്ള മറ്റ് റിസോർട്ടുകളുടെ കോണ്ടാക്ട് നമ്പറും ഡീറ്റെയിൽസും എല്ലാം തരാം. ഒരു ഡോക്ടറിനെ കൊണ്ട് കറി ഉണ്ടാക്കി ഫുഡിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഭയങ്കര സ്വയം പര്യാപ്തരാണ്. ഞങ്ങള് ഫുഡൊന്നും പുറത്തുനിന്നല്ല, എല്ലാം ഞങ്ങള് തന്നെ കുക്ക് ചെയ്ത് കഴിക്കുക. പിന്നെ എടുക്കണം. കുക്കുംബർ ചക്കരെ അമ്മാമ്മ തരുവട്ടാ. അമ്പത്തിന് ഇവിടെ ഇരിക്കട്ടെട്ടാ, കഴിച്ചോട്ടാ. ഇവിടെ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല തണുപ്പുണ്ട്. ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്തിട്ടേക്കണോണ്ടാണ് പുറത്തിങ്ങനെ സുഖമായിട്ട് നിൽക്കാൻ പറ്റണം. ഡോക്ടറിനെ സത്യത്തില് അവിടെ മറ്റേ ഈ കഷായം ഉണ്ടാക്കുമ്പോ തീ പിടിപ്പിക്കണ പണിയാന്ന് തോന്നുന്നു. രാവിലെ ഒരു മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണ്. റോട്ടിൽ അങ്ങനെ വണ്ടികളൊന്നുമില്ല. ഇത് നമ്മൾ വന്ന വഴി തന്നെയാണ്. നേരെ പോയാല് വട്ടവട ടൗൺ വരെ എത്താം. അതും കഴിഞ്ഞ് പോവാട്ടാ. ഫെബ്രുവരി 2023 ആരംഭിച്ചു. ദിവസവേതന നിരക്ക് 333 രൂപ. എന്തെങ്കിലും ഒരു സാധനങ്ങളും വേണ്ടേ തണുപ്പിന്റെ? ചേർന്ന് തന്നെയാണ് ഇത് കിടക്കണ കേട്ടാ. ഇതൊരു വെയിങ് മെഷീനാണ്. കണ്ട ലോറിയൊക്കെ വെയിറ്റ് നോക്കണ സംഭവമാണിത്. KNP വെയിങ് ബ്രിഡ്ജ് 60 ടണ്ണാണെന്ന് തോന്നുന്നു കപ്പാസിറ്റി. അതാണ് അവന്മാർ അങ്ങനെ എഴുതി വെച്ചേക്കണത്. അത് ഇതിൻ്റെ അകത്തേക്കാണ് ലോറി കയറ്റണം. അപ്പൊ വെയിറ്റ് അറിയാൻ പറ്റും. അത് ഇതിന്റെ ഉള്ളിൽ വല്ലതായിരിക്കും അതിന്റെ സംഭവങ്ങൾ.
നല്ല ഇവിടെ ഒരു കോൺവെന്റ് ഉണ്ട് കേട്ടോ അതിന്റെ തൊട്ടടുത്ത് തന്നെ. SD കോൺവെന്റ്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല പൊളി ലുക്കാണ്. കഴിച്ചോ ഒന്ന് ചിരിച്ചേ. ഇതിടേണ്ട ഒരു കാര്യമില്ല സത്യത്തിൽ. പിന്നെ കഴിഞ്ഞാൽ പ്രബലനായ ഒരു യൂട്യൂബർ പരസ്യമായിട്ട് ഭീഷണിപ്പെടുത്തി. ഇനി ഇതിട്ടില്ലെങ്കിൽ മൊത്തം യൂട്യൂബേഴ്സിന് അത് നാണക്കേടായി പോകും. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോ തന്നെ ഞങ്ങള് റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി. ഇനിയിപ്പോ ഈ വട്ടവട ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള പരിപാടിയിലാണ്. ആ സ്ട്രോബെറി ഇത് കാണണോ? ഈ കലപ്പോ ഈ കിളക്കാനൊക്കെ ഉപയോഗിക്കണ ഈ സാധനം ആണോ? ശരി. പറയല്ലേ ഇതാണ്ട നീലക്കുറിഞ്ഞി. ഇതാണ് നീലക്കുഞ്ഞ്. 6 കൊല്ലാകണം. ഇത് വെളുത്തുള്ളിയാ? ഇത് വെളുത്തുള്ളി. എന്താണ് ഇത് ബീട്രൂട്ട് തറിയ. ഏത് ബീട്രൂട്ടാ? മല്ലി. ഇത് ബീട്രൂട്ടാണ്. ഏത് ഈ കളറുള്ളതാ? അത് മല്ലി. ഓക്കെ. ഇത് ക്യാബേജ് ആണ് കേട്ടാ. ആ ഓക്കെ. ഇതുണ്ട ക്യാബേജ്. ക്യാബേജ് തോട്ടം ഇതുണ്ട. ക്യാബേജ് വിളവെടുക്കണേ ഉണ്ടാ. ഇവിടുന്ന് ഇഷ്ടമുള്ള 3 ക്യാബേജ് നമുക്ക് പറിച്ചെടുക്കാം. 100 രൂപ കൊടുത്താ പറിച്ചെടുത്തിട്ടുണ്ട. വിളവെടുത്തിരിക്കുകയാണ്. അമ്മിച്ചേനെ വിളവെടുത്തിരിക്കുകയാണ്. വേണ്ട അടുത്ത ക്യാബേജ് പറിക്കണത് ഇവിടെ. ഓക്കെ. ഈ എന്തിനാ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടാ. ഇങ്ങനെ ഉണ്ടോ? അതല്ലേ സ്ട്രോബെറിയുടെ തയ്യാണ് കേട്ടാ. പക്ഷെ ഇപ്പൊ സീസൺ അല്ല, ഉണ്ടാവണ സീസൺ അല്ല, കഴിഞ്ഞു. ഇവിടെ മറ്റേ ഹണി ഫാമിന്റെ ഇതുണ്ട്. ഇത് മറ്റേ മരമില്ല, എന്താണ് അതിന്റെ പേര്? ഈ മരത്തിന്റെ പേര് ഗ്രാൻഡിസ് എന്നാണ്. ഇവിടെ ഒരുപാട് ഗ്രാൻഡിസ് തോട്ടങ്ങളുണ്ട്. ഒരുപാട് സ്ഥലത്ത് ഇതൊക്കെ വെട്ടി ഒരു പ്രായമാകുമ്പോ ഒരു സൈസ് ആകുമ്പോ ഇത് വെട്ടി മുറിച്ച് വിൽക്കുക വരും. ഇത് ഇവിടുത്തെ പ്രധാന ഒരു ബിസിനസ്സാണ്. നമ്മൾ കണ്ടത് കൂടാതെ ഒരുപാട് തോട്ടങ്ങൾ ഇവിടെ വേറെ ഉണ്ട് കേട്ടോ. നമ്മൾ കണ്ടത് ചെറുത്, അതിലുമൊക്കെ നല്ല സൂപ്പർ തോട്ടങ്ങൾ ഇവിടെ വേറെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ കാണുന്നതാണ് വട്ടവടയില ടൗൺ, വട്ടവട ടൗൺ. ഇത് ഇപ്പോഴത്തെ നിലവിലെ കണ്ടീഷനിലാകെ പൊളിഞ്ഞ് മോശമായിട്ട് കിടക്കണയാണ്. ഇത് റോഡ് പണിക്ക് വേണ്ടി പൊളിച്ചിട്ടേക്കണെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പം ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കിനും നല്ല നീറ്റ് ആകുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. റോഡ് ഇങ്ങനെ പൊളിഞ്ഞ് കിടക്കണതുകൊണ്ട് ഒരുപാട് ജീപ്പ് സവാരിക്കാർ വന്നിട്ട് നമ്മളെ മുട്ടുന്നുണ്ട്. ജീപ്പ് സവാരി വേണമെന്ന് ചോദിച്ചിട്ട്
ഈ റോഡ് ഇങ്ങനെ കിടക്കണോണ്ട് നമ്മൾക്കും വണ്ടി എടുക്കാനുള്ള ജീപ്പ് എടുക്കാനുള്ള ഒരു ടെൻഡൻസി വരും. കാരണം നമ്മളുടെ വണ്ടി നശിയും, പിന്നെ ചില കയറ്റമൊക്കെ കയറാനും ബുദ്ധിമുട്ടുണ്ടാവും. റോഡ് പൊളിഞ്ഞ് കിടക്കണുണ്ട്. ചെറിയ കല്ലുകൾ ഇഷ്ടം പോലെ ഇങ്ങനെ കിടക്കുകയാണ് റോഡിൽ. പിന്നെ ഒരുപാട് സഞ്ചാരികൾ, ടൂറിസ്റ്റുകൾ ഈ ജീപ്പ് സവാരി ചൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ പൊളിഞ്ഞ് കിടക്കണത് കുറച്ചേ ഉണ്ടാവുള്ളൂ എന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ ഇത് മൊത്തം പൊളിഞ്ഞ് കിടക്കണേണ്. അതുകൊണ്ട് ഞങ്ങൾ ഇനി മുമ്പോട്ട് പോകണോ വേണ്ടേ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണേ. ഇതിനപ്പുറത്തേക്ക് ഒരുപാട് ഞങ്ങൾ പോയിട്ടുണ്ട്. ഇതിനപ്പുറത്തൊരു റിസോർട്ടിൽ ഞങ്ങൾ ഈ 3 ഫാമിലിയും കൂടി തന്നെ താമസിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വഴി അറിയാം, ഇങ്ങോട്ട് പോകാമെന്നും എല്ലാം അറിയാം. പക്ഷെ ഇതിപ്പോൾ പോകണോ വേണ്ടേന്ന് ആലോചിക്കണേണ്. മൊത്തം പൊളിഞ്ഞ് കിടക്കും. ഞങ്ങൾ 3 ഫാമിലിയും കൂടി അവിടെ നിർത്തി ആലോചിച്ച് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. ഇനി അങ്ങോട്ട് പോയിട്ട് ഈ റോഡ് അവർക്ക് നമ്മള് അത് തന്നെ ബ്ലോക്ക് ഉണ്ട്. പക്ഷെ റോഡ് കലക്കാൻ റോഡായിരുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് ഓർമ്മയില്ല. വിളിച്ചിട്ടിട്ട് അങ്ങനെ ജീപ്പ് സഫാരി ആക്കി. നമുക്കിനി എടുക്കുമ്പോ ഒരു എല്ലാ ഗ്രൗണ്ട് റിസോർട്ട് എടുക്കാത്ത പിന്നെ വരുമാനം അതാണ്. നമ്മൾ ജീവിക്കാം. ഇവൻ പറയണെന്തായി അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് ജീപ്പ് സഫാരി 2500 പിന്നല്ല അവന്റെ വിചാരം നമ്മൾ അവിടെ പുറത്ത് പോകുന്നില്ലെന്ന്. വില വേറെ ആരുടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ വില പേശിയ വില 1500 കിട്ടിയാന് ഇല്ലേ പറയാൻ പറ്റില്ല. പക്ഷെ അവന്മാര് കുറച്ച് സ്ഥലത്തെ കൊണ്ടുപോയുള്ളെങ്കിൽ നമ്മ അറിയില്ലല്ലോ. ഞാനാണ് വെള്ളം എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. ആയിക്കോട്ടെ. നിങ്ങൾ ഇന്നലെ കണ്ടത് സിംഹവാലം കുറെ കണ്ട ആണോ? അറിയാം. ഈ സ്ഥലം മനസ്സിലായല്ല, നമ്മളുടെ ഫോറസ്റ്റിന്റെ നമ്മൾക്കൊക്കെ താമസിക്കാവുന്ന സ്റ്റേ ഉള്ള സ്ഥലമാണ്. ഇവിടെ ഞങ്ങൾ എത്തിയപ്പോ ഞങ്ങളെ ഫോറസ്റ്റുകാർ തടഞ്ഞു നിർത്തിയിട്ട് ഞങ്ങൾക്കൊരു സാധനം തന്നു വിട്ട്. അത് നമുക്ക് ഇവിടെ കൊടുക്കാനുള്ളതാണ്. ഇവിടത്തെ ഓഫീസേഴ്സിനെ ഏൽപ്പിക്കണമെന്നും പറഞ്ഞ് വളരെ സുരക്ഷിതമായിട്ട് ഞങ്ങൾക്ക് തന്നു വിട്ടതാണ് ആ സാധനം. അത് വേറൊന്നുമില്ല, ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടത്തെ സ്റ്റാഫിനുള്ള കഞ്ഞി ഞങ്ങളുടെ കയ്യിലാണ് തന്നു വിട്ടത്. റോഡുകൾ പൊളിഞ്ഞു കിടക്കണ പ്രത്യേകം നോക്കിയാണ്. എന്തെങ്കിലും കമന്റ്സ് പറയാനുണ്ടോ? അതായത് ടോപ്പ് സ്റ്റേഷനിലോട്ടുള്ള വഴി ഭയങ്കര മോശമാണ്. പിന്നെ ലക്ഷ്മി എസ്റ്റേറ്റ് വഴി വന്നാലും പൊളിഞ്ഞു കിടക്കണാണ്. ജീപ്പേ പറ്റുള്ളൂ. നമ്മളുടെ വണ്ടിയൊക്കെ അടിയൊക്കെ തട്ടി ആയ അലമ്പാവും. അങ്ങനത്തെ 1-2 വളവിൽ ഹെയർ പിൻ വളവ് എന്ന് പറയാൻ പറ്റൂലെങ്കിൽ പോലും അതേപോലത്തെ അത്രയും നല്ല വളവിലൊക്കെ പൊളിഞ്ഞു കിടക്കണേ. ഇപ്പുകാർ ഒരുപാട് കാശുണ്ടാക്കുന്നുണ്ട്. സാധാ വണ്ടിയിൽ കയറൂല എന്നുള്ള ആ ഒരു കണ്ടീഷൻ. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വണ്ടി ഇടിക്കാൻ കിടക്കണുണ്ടാകും. ഇതൊന്ന് പോരി മാറ്റാൻ പോലും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതാണ് അവസ്ഥ. വളരെ നല്ല വാക്കുകളായിരുന്നു. ഇവിടെയൊക്കെ കുറച്ച് റോഡ് നല്ലതാണ്. നല്ല മനോഹരമായ തേയിലത്തോട്ടം. ഏതായാലും പോകാം. നല്ല രസം. ചായ ഇങ്ങനെ ചായ കിടക്കുമോ? ഇതെവിടെ പാർക്ക് അങ്ങോട്ട് പാർക്ക് ചെയ്യാം. നമ്മൾ പാർക്ക് ചെയ്ത സ്ഥലത്ത് പശുക്കളെ പാർക്ക് ചെയ്തു. വന്നപ്പോഴും ഒരു കോഫി അമ്മ കൊടുക്കും. നേരത്തെ കണ്ട ചായക്കട അല്ലട്ടെ ഇത്. കുറെ നേരം ഒരു ചായക്കട അന്വേഷിച്ച് നടക്കണം. ഇത് മറ്റൊരു പറഞ്ഞില്ലേ ചോദിക്കുമ്പോ ഒന്നും ഇതെന്താ ബ്രെഡ് ഓംലെറ്റ് ആണോ? പേടിച്ച് എവിടെ?
വഴി കണ്ട ഈ മൊബൈൽ ഹോട്ടലിൽ നിന്നായിരുന്നു ഞങ്ങളുടെ ഭക്ഷണം. ഇരിക്കാനൊക്കെ നല്ല സൗകര്യമൊക്കെ ഉണ്ട്, റോഡിന്റെ സൈഡിൽ നല്ല അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഫുഡ് ബിരിയാണി ലോക ശോകമായിരുന്നു. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കൻ ഉണ്ടായിരുന്നു, അത് വലിയ കുഴപ്പമില്ല, അഡ്ജസ്റ്റബിൾ ആയിരുന്നു. ഹോട്ടലിനോട് ചേർന്നുള്ള ഒരു നാടൻ ഫ്രൂട്ട്സ് കടയാണിത്. ഇത് മരത്തക്കാളിയാണ്. നമ്മൾ കാന്തല്ലൂർ പോയ വീഡിയോ കൊണ്ട മരത്തക്കാളി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സ് ഒക്കെ നല്ല ഫ്രഷ് ആണ്. ക്യാരറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോയി. ഇത് നമ്മൾ ഇന്നലെ ഉച്ചക്കത്ത് ഊണ് കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയില്ലേ, ഡാമിന്റെ റിസർവോയറിന്റെ സൈഡിലാണ് വണ്ടി നിർത്തി ഭക്ഷണം കഴിക്കണേന്ന് പറഞ്ഞില്ലേ, അതിന്റെ താഴേക്ക് ഇറങ്ങാന്ന് ഞാൻ പറഞ്ഞായിരുന്നു. റിസർവോയറിലേക്ക് ആ ഒരു ഏരിയയാണിത്. നല്ല അടിപൊളി ഫോട്ടോസ് നമുക്ക് ഈ റിസർവോയറിന്റെ അവിടെ നിന്ന് എടുക്കാൻ പറ്റൂട്ടോ. നല്ല വെട്ടവും വെളിച്ചമൊക്കെയുള്ള ഒരു സ്ഥലമാണ് അവിടെ. ഒരു 3 ആന നിപ്പുണ്ട്, കുറച്ച് ദൂരം ഉണ്ട്, അതുകൊണ്ട് തന്നെ അത്ര ക്ലിയർ അല്ല. ഇതൊക്കെയാണ് വട്ടവടയിൽ കാണാനുള്ളത്. വട്ടവടയിലെ ഏറ്റവും മെയിനായിട്ടുള്ള അട്രാക്ഷൻ ഇവിടത്തെ ക്ലൈമറ്റ് തന്നെയാണ്. നല്ല തണുത്ത ഒരു ക്ലൈമറ്റ് ഉള്ള സ്ഥലവും പിന്നെ ഒരു കാർഷിക ഗ്രാമം. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ഫ്രൂട്ട്സിന്റെ തോട്ടങ്ങളും നല്ല പച്ചക്കറി തോട്ടങ്ങളൊക്കെ കാണാം. പിന്നെ മൂന്നാറ് മേഖലയിൽ കൂടിയുള്ള നമ്മളുടെ യാത്ര, മൂന്നാറിന്റെ തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടുള്ള യാത്ര, അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് അധികം വേഗം നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.